ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായ ഒരു കറിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീര പച്ചടി. സാധാരണ ബീറ്റ്റൂട്ട് കൊണ്ടും പൈനാപ്പിൾ കൊണ്ടൊക്കെയല്ലേ നമ്മൾ പച്ചടി ഉണ്ടാക്കുക. നമുക്ക് ചീര കൊണ്ട് ഉണ്ടാക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ചുവന്ന ചീരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചച്ചീര എടുക്കാം കേട്ടോ. അതുപോലെ ഒരു പിടി നാളികേരം ചിരകിയത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്. പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൂട്ടാം കേട്ടോ. എന്നിട്ട് നമുക്കിനി ചീരേനെ വേവിക്കാൻ വെക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം തെളിച്ചിട്ട്, അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. കാരണം ചീരയിൽ തന്നെ വെള്ളം ഇറക്കിയിട്ട് അത് വെന്ത് കിട്ടിക്കോളും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് അടച്ച് വേവിക്കാം. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പിനെ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാളികേരവും പിന്നെ പച്ചമുളകും ജീരകവും കടുകും എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ടാണ് അരച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് വെള്ളം കൊണ്ട് അരച്ചിട്ട് തൈര് പിന്നെ ചേർത്താലും മതി. ഞാൻ തൈരിലാണ് അരച്ചെടുത്തത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ഒരു 1/4 കപ്പോളൊന്നും ഇല്ല, പുളി അനുസരിച്ച് തൈര് എടുക്കുക. ഇനി ഇതിന് നമ്മുടെ ചീരയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാട്ടോ. കുറച്ച് വെള്ളത്തോടെ കൂടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കട്ടിയായിട്ട് ഉണ്ടാക്കിയത്. അതിൽ നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ ഉപ്പും പുളിയൊക്കെ നോക്കണം. പുളി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇതൊക്കെ ആയിട്ട് ഒന്ന് ചെറുതായി തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അരപ്പ് ഒഴിച്ചിട്ട് അല്ലാണ്ട് തിളയ്ക്കണ്ട. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് നമ്മുടെ തീനെ ഓഫ് ചെയ്യാം കേട്ടോ. അത്രമാത്രം മതി. പിന്നെ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കൊടുത്തോളൂ കേട്ടോ. ഞാൻ അത്ര അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലേ ഇതിൽ. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ നമ്മുടെ കടുക്, മുളക്, കരിവേപ്പിൻ്റെ ഇല ഇത്രയും വറുത്തിടണം. ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ള വേഗം ആവണ ഒരു കറിയാണ്. നമുക്കത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഒരു വെറൈറ്റി കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.